വരയ്ക്കാനുള്ള മുഴുവൻ ചോദ്യവും ഈ ഒരൊറ്റ വീഡിയോ കണ്ടാൽ മാത്രം മതി മക്കൾസെ. സോ ആദ്യത്തെ ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് കടക്കാം. ഇവിടെ നമുക്ക് വേണ്ടത് എന്താണ്? ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 10 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്. അതായത് ഒരു സ്ക്വയർ വരയ്ക്കണം, ഒരു സമചതുരം വരയ്ക്കണം, അതിന്റെ ഏരിയ എത്രയാവണം? 10 ആവണം. അപ്പൊ മക്കൾസ് മനസ്സിലാക്കേണ്ടത്, ഒരു സ്ക്വയറിന്റെ ഏരിയ 10 ആവണമെങ്കിൽ അതിന്റെ ഒരു സൈഡ് എത്രയാവണം? √10 ആവണം. ഇവിടെയാണ് പ്രശ്നം. ഈ √10 എന്നുള്ള ലൈൻ നമുക്ക് എങ്ങനെ കിട്ടും? അല്ലെങ്കിൽ √2 എങ്ങനെ കിട്ടും? √13 എങ്ങനെ കിട്ടും? ഇങ്ങനത്തെ ലൈൻസ് ഒക്കെ എങ്ങനെ നമുക്ക് കിട്ടും എന്ന് ചോദിച്ചാൽ അതിനുള്ളത് ഒരൊറ്റ വഴിയാണ്. എന്താണ് ആ വഴി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് √10 ആണല്ലേ കിട്ടേണ്ടേ. സോ ഈ സാധനങ്ങളൊക്കെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആണെന്ന് മക്കൾക്കറിയാം. 1, 4, 9, 16, 25 ഇതൊക്കെ പെർഫെക്റ്റ് സ്ക്വയർ ആണെന്ന് നിങ്ങൾക്കറിയാം. ഇതിൽ ഏതെങ്കിലും തമ്മിൽ കൂട്ടിയാല് അല്ലെങ്കിൽ കുറച്ചാല് √10 കിട്ടുമോ എന്നാണ് നിങ്ങൾ ആലോചിക്കേണ്ടത്. ഏതെങ്കിലും തമ്മിൽ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ 10 കിട്ടുമോ എന്ന് നിങ്ങൾ നോക്കി. അപ്പൊ നിങ്ങൾക്ക് 1ഉം 9ഉം ഇവിടെ കാണാൻ സാധിക്കും അല്ലെ. ഇവർ തമ്മിൽ കൂട്ടിയാൽ എന്താ? 10 ആണ് കിട്ടുക. സോ നിങ്ങൾ എഴുതും 1 + 9 = 10. ആൻഡ് ഈ 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 1ന്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ ആണ്. 10നെ നമുക്ക് ആരെ സ്ക്വയർ ആക്കി എഴുതാം? √10ന്റെ സ്ക്വയർ ആക്കി എഴുതാം. അങ്ങനെയാണെങ്കിൽ ഇതിന് പൈതഗോറസ് തിയറം ആയിട്ട് ഒരു കണക്ഷൻ നിങ്ങൾ കാണുന്നില്ലേ? അതായത് പൈതഗോറസ് തിയറത്തിലല്ലേ പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ = കർണം സ്ക്വയർ എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഞാനൊരു ട്രയാങ്കിൾ വരയ്ക്കാന്ന് വിചാരിക്കും. അതിന്റെ പാദം എത്രയാ? 3 സെന്റിമീറ്റർ. ഓക്കെ, എന്നിട്ട് അതിന്റെ ഹൈറ്റ് എത്ര? 1 സെന്റിമീറ്റർ. ഇങ്ങനെ ഒരു സാധനം വരയ്ക്കാൻ എനിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ? ഇല്ല. ഇത് ഞാൻ സ്കെയിലിൽ 3ഉം ഇങ്ങനെ കുത്തനെ എടുത്തിട്ട് 1ഉം വരയ്ക്കും. ആൻഡ് അതിനുശേഷം ഞാൻ ഇവിടുന്ന് ഇങ്ങോട്ട് ക്രോസ് ചെയ്താൽ എന്താ സംഭവിക്കുക? സാറേ ഇത് 3ഉം ഇത് 1ഉം ആയതുകൊണ്ട് ഇത് എത്രയായിരിക്കും? ഉറപ്പായിട്ടും √10 ആയിരിക്കും. അപ്പൊ √10 എന്നുള്ള ഒരു സൈഡ് കിട്ടി. ബാക്കി സൈഡ് കിട്ടണമെങ്കിൽ ഒരു പാടുമില്ല. ഇത് കോമ്പസിൽ അളന്നിട്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു, ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു. ആൻഡ് ഇങ്ങനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിംപ്ലി നിങ്ങൾക്ക് എന്തായി? ഈ ഒരു സ്ക്വയർ കിട്ടി. ഇതിന്റെ ഏരിയ എത്രയാണ്? ഒരു സൈഡ് എത്രയാണ്? √10. അങ്ങനെയെങ്കിൽ ഏരിയ ഉറപ്പായിട്ടും എത്രയാണ്? 10 ആണ് എന്നാണ് അർത്ഥം. ഇനി ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കുക എന്തായിരിക്കും? പിന്നെ വേറെ ഏതെങ്കിലും ആയിരിക്കും. ഇപ്പോൾ 4, 9, 13 ആയിരിക്കും ചോദിക്കുക. അപ്പൊ നിങ്ങൾ എന്താ എടുക്കുക? 4 ഉണ്ട്, 9 ഉണ്ട്. സോ 4 + 9 = 13 എന്ന് എടുക്കൂ. എന്നിട്ട് എന്താ? അതിനാ 2² + 3² = √13ന്റെ സ്ക്വയർ എന്നൊക്കെ എഴുതിയിട്ട് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യും. സോ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു കാരണവശാലും വിട്ടുപോകരുത്. സോ അത് നമുക്ക് മനസ്സിലായി. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ മൈനസ് ചെയ്യുകയാണെങ്കിലോ അവിടെ എന്തായിരിക്കും വിഷയം എന്നുള്ളത് നിങ്ങൾ നോക്കണം. ഇപ്പോൾ √5 ആണ് നമുക്ക് വേണ്ടിയെങ്കിൽ 1ഉം 4ഉം ഉപയോഗിക്കുക. √13 ആണെങ്കിൽ 4ഉം 9ഉം ഉപയോഗിക്കുക. √20 ആണെങ്കിൽ 4ഉം 6ഉം കൂട്ടുക. അങ്ങനെ കൂട്ടുക. പക്ഷെ കുറയ്ക്കേണ്ടതാണ് വരുന്നതെങ്കിലോ, ഫോർ എക്സാമ്പിൾ നമുക്ക് വേണ്ടത് ഒരു √7 ആണെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? √7ന്റെ ഒരു ലൈൻ വേണം, അല്ലെങ്കിൽ 7 സെന്റിമീറ്റർ സ്ക്വയർ പരപ്പളവുള്ള ഏരിയ ഉള്ള ഒരു സ്ക്വയർ വേണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? 16ന് 9 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 16ന് 9 കുറച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എത്രയാണ്? 7 ആണ്. സോ ഈ 7 എങ്ങനെയാ വരയ്ക്കുക എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു? 16 - 9 = 7 എന്ന് എഴുതുന്നു. 16 എന്താണ്? 4ന്റെ സ്ക്വയർ ആണ്. 9 എന്ന് പറഞ്ഞാൽ 3ന്റെ സ്ക്വയർ ആണ്. =7 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെ സ്ക്വയറാ? √7ന്റെ സ്ക്വയറാ. ഇവിടെ മൈനസ് ആണല്ലേ വന്നത്. സോ എന്താണ് സംഭവിക്കുക? ഈ ഒരു ഇതില് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു റൈറ്റ് ട്രയാങ്കിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ 4 എന്ന് പറയുന്നതാണ് കർണം. 3 എന്ന് പറയുന്നത് മേ ബി പാദം അല്ലെങ്കിൽ ഹൈറ്റ് ആവാം. ഓക്കെ, 3 ഞാൻ പാദമായിട്ട് എടുക്കുകയായിരിക്കും. സോ √7 എവിടെ ആയിരിക്കും വരിക? നമ്മളുടെ ഹൈറ്റ് ആയിട്ടായിരിക്കും വരിക. അപ്പൊ ഇതെങ്ങനെയാണ് നമ്മൾ വരയ്ക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് ചെയ്യും? ഈ ഒരു 3 സെന്റിമീറ്റർ അങ്ങ് വരയ്ക്കും. നേരത്തെ കർണം അതിനുല്ലേ വരുന്നത് റൂട്ടുള്ള വാല്യൂ. അപ്പൊ ഇതും സിമ്പിൾ ആയിട്ട് വരയ്ക്കാൻ പറ്റിയേനും, കർണം ക്രോസ് ചെയ്താൽ മതിയേനും. പക്ഷെ ഇത് വരച്ചിട്ട് നമുക്ക് തോന്നുന്നതായി 4 ഇങ്ങനെ ഇങ്ങോട്ട് വരച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് റൈറ്റ് ട്രയാങ്കിൾ പോലും ആവൂല അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം നമ്മൾ എന്ത് വരയ്ക്കും? 3 സെന്റിമീറ്റർ വരയ്ക്കും. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇത് √7 വേണ്ടി. പക്ഷെ അത് നമുക്ക് അറിയൂല √7 എത്രയാണ്. സോ ഞാൻ നേരെ മുകളിലോട്ട് നീട്ടിയായിട്ട് വരയ്ക്കും കുറച്ച്. എന്നിട്ടോ എനിക്ക് ഇവിടുന്ന് ഇങ്ങോട്ട് 4 വേണ്ടി. അപ്പൊ ഞാൻ കോമ്പസിൽ 4 എടുത്തിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കും. സോ ഇങ്ങനെ ഞാൻ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് ഇത് എത്ര ഉണ്ടാവും? 4 സെന്റിമീറ്റർ ഉണ്ടാവും. സോ പൈതഗോറസ് തിയറം പ്രകാരം ഇത് 4ഉം ഇത് 3ഉം ആണെങ്കിൽ ഇവിടെ ഉറപ്പായിട്ടും എത്രയായിരിക്കും? √7 ആയിരിക്കും എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. വെറുതെ ഡൗട്ട് ഉണ്ടെങ്കിൽ വെറുതെ ഒന്ന് നോക്കി. 3ന്റെ സ്ക്വയർ
പ്ലസ് റൂട്ട് 7ന്റെ സ്ക്വയർ എത്ര കിട്ടുക? 4ന്റെ സ്ക്വയർ ആയിരിക്കും കിട്ടുക, ഉറപ്പാണ്. നോക്കിയോ, 3ന്റെ സ്ക്വയർ 9, റൂട്ട് 7ന്റെ സ്ക്വയർ 7 ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര? 16. 4ന്റെ സ്ക്വയർ 16. കറക്റ്റ് അല്ലേ? കറക്റ്റ് ആണ്. സോ ഇങ്ങനെയാണ് മൈനസ് ചെയ്യുകയാണെങ്കിൽ വരിക. ഈ ഒരു പോയിന്റ് കൂടി ഓർത്ത് വെക്കണം. എപ്പോഴും നമുക്ക് കൂട്ടിയാൽ ഉള്ളതായിരിക്കൂല കിട്ടുക. കൂട്ടിയാൽ ഉള്ളതാണെങ്കിൽ എന്താണ്? ഇപ്പൊ നോക്കൂ, നമുക്കിപ്പോ 1 9 റൂട്ട് 10 കിട്ടണമെങ്കിൽ 1 9 എടുക്കുക. 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു എന്താ ചെയ്താ? 1 9 ആണ്. 1 പ്ലസ് 9 ഈക്വൽ ടു 10 എന്ന് എഴുതും. പിന്നെയോ 1 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 10ന്റെ സ്ക്വയർ എന്ന് എഴുതും. എന്നിട്ടോ 1 ഇവിടെ വരയ്ക്കും, 3 ഇവിടെ വരയ്ക്കും. അപ്പൊ ഇത് റൂട്ട് 10 കറക്റ്റ് ആവുമായിരുന്നു. പക്ഷേ നമ്മൾ മൈനസ് ചെയ്യുന്ന കേസിൽ എന്താ സംഭവിക്കുക? ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോ 7 ആണ് വേണ്ടതെങ്കിൽ എന്താ സംഭവിക്കുക? 16 മൈനസ് 9 ആണ് 7. സോ 4 സ്ക്വയർ മൈനസ് 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് 7ന്റെ സ്ക്വയർ ആണ്. അതായത് ഇതാണ് കർണം വരിക. ആൻഡ് ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാദമായിരിക്കും. സോ ലംബമായിരിക്കും നമുക്ക് വേണ്ട ലെങ്ത്. അപ്പൊ എന്താ ചെയ്യുക? ആദ്യം പാദം വരയ്ക്കുന്നു, എന്നിട്ട് ഈ ലംബം നീട്ടിയായിട്ട് വരയ്ക്കുന്നു. എന്നിട്ടോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4 ആണ്. സോ കോമ്പസിൽ 4 വെച്ചിട്ട് ഇവിടെ മാർക്ക് ചെയ്തിട്ട് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. അപ്പൊ ഇത് 4, ഇത് റൂട്ട് 7. സോ റൂട്ട് 7 എന്നുള്ള ലെങ്ത് നമുക്ക് കിട്ടി. ഇനി വേണമെങ്കിൽ ഇത് വെച്ചിട്ട് ഒരു ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ വരയ്ക്കാം. എങ്ങനെ? ഇത് അളന്നിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു, ഇങ്ങോട്ട് വരയ്ക്കുന്നു. അങ്ങനെ വേണമെങ്കിൽ ഇങ്ങനെ ഒരു ട്രയാങ്കിൾ വരയ്ക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ റൂട്ട് 7 ലെങ്ത് ഉള്ള ഒരു ചതുര എന്താണ് സ്ക്വയർ നമുക്ക് വരയ്ക്കാം. അല്ലെങ്കിൽ അങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് വരയ്ക്കാം. എനിവേ ഈ ഒരു രീതിയിലാണ് റൂട്ട് 7 കണ്ടുപിടിക്കുക. ആൻഡ് റൂട്ട് 3 ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? 4 മൈനസ് 1 ഈക്വൽ ടു 3 എന്ന് എഴുതിയിട്ടാണ് നിങ്ങൾ ചെയ്യേണ്ടത്. സോ ഈ ഒരു ക്വസ്റ്റ്യനിൽ എങ്ങനെ വന്നാലും നിങ്ങൾ തെറ്റിക്കരുത്. ഓക്കെ, ഇനി നമുക്ക് 8 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് എങ്ങനെയാണ് അതിനെ 2:3 കട്ട് ചെയ്യുക? 8 സെന്റിമീറ്ററിനെ 2:3 കട്ട് ചെയ്യണമെങ്കിൽ 2 3 കൂട്ടിയ 5 അല്ലേ? സോ ആ 5 സെന്റിമീറ്ററിന്റെ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ആൻഡ് ആ ഒരു 2 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ ഇതിൽ അടയാളപ്പെടുത്തുന്നു. ശേഷം എന്താണ് സംഭവിക്കുന്നത്? ശേഷം ഇങ്ങനെ വരയ്ക്കുന്നു, ഇത് തമ്മിൽ കണക്ട് ചെയ്തിട്ട്. ആൻഡ് ഇതിന് പാരലൽ സമാന്തരമായി ഇതിലൂടെ ലൈൻ വരയ്ക്കുന്നു, ഇതിലൂടെ ലൈൻ വരയ്ക്കുന്നു. ഇത് 2:3 കട്ടാവുന്നതുകൊണ്ട് ഇതും 2:3 കട്ടാവും. അടുത്തതായി 8 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ അല്ലെ? 8 സെന്റിമീറ്ററിന്റെ ഒരു ലൈൻ വരച്ചിട്ട് അതിനെ 3 ഈക്വൽ പാർട്സ് ആക്കണം. എങ്ങനെയാണ് 3 ഈക്വൽ പാർട്സ് ആക്കുന്നത്? അത് വളരെ സിമ്പിൾ ആണ്. 8ന്റെ അടുത്തുള്ള നമ്പർ ആണ് 9. 9നെ 3 ഈക്വൽ പാർട്ട് ആക്കാലോ. എങ്ങനെയാണ്? 9 സെന്റിമീറ്റർ ഞാൻ വരയ്ക്കുന്നു, 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ. 3 ഈക്വൽ പാർട്ടായില്ലേ? ഈക്വൽ പാർട്ടായി. ഇതിന് ശേഷം നേരത്തെ ചെയ്ത മാതിരി തന്നെ എന്ത് ചെയ്യുക? പാരലായിട്ട് ലൈൻസ് വരയ്ക്കുക. ആദ്യം ഇവന്മാരെ തമ്മിൽ കട്ട് ചെയ്യുക. പിന്നെ ഇതിന് സമാന്തരം പാരലായിട്ട് ഇതിലെ വരയ്ക്കുന്നു, ഇതിന് സമാന്തരം പാരലായിട്ട് ഇതിലെ വരയ്ക്കുന്നു, പിന്നെ ഇതിലെ വരയ്ക്കുന്നു. സോ ഇത് 3 ഈക്വൽ പാർട്ടാണ് ആയത്. സോ ഈ 8 സെന്റിമീറ്ററിന്റെ ലൈനും 3 ഈക്വൽ പാർട്ട് ആയിട്ടുണ്ടാവും. അടുത്തതായി നമുക്കൊരു റെക്റ്റാങ്കിൾ വരയ്ക്കണം. അതിന്റെ പെരിമീറ്റർ എത്രയാണ്? 15 ആണ്. ആൻഡ് സൈഡ്സിന്റെ റേഷ്യോ 4:3 ആണ്. അപ്പൊ റെക്റ്റാങ്കിൾ ആണ് വരയ്ക്കേണ്ടതെങ്കിൽ നിങ്ങൾ അവിടെ പറയുന്ന പെരിമീറ്ററിന്റെ നേരെ പകുതിയാണ് എടുക്കേണ്ടത്. സോ ആ നേരെ പകുതിയുള്ള 1.5 സെന്റിമീറ്റർ നിങ്ങൾ ആദ്യം ലൈൻ വരയ്ക്കും. ഇതിന്റെ മുകളിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടേണ്ടത്? നമ്മളുടെ ലെങ്ത്തും ബ്രെഡ്ത്തും കിട്ടേണ്ടത്. സോ ഈ ലൈനെ നമ്മൾ ഏത് റേഷ്യോയിൽ കട്ട് ചെയ്യണം? 4:3 എന്ന് പറഞ്ഞ റേഷ്യോയിൽ കട്ട് ചെയ്യണം. സോ ഇതിനെ 4:3 കട്ട് ചെയ്യണമെങ്കിൽ 4ഉം 3യോട് കൂട്ടിയാൽ 7 അല്ലേ? ആ 7 ഞാൻ ഇങ്ങോട്ട് വരയ്ക്കുന്നു. ആൻഡ് 4 സെന്റിമീറ്റർ 3 സെന്റിമീറ്റർ അടയാളപ്പെടുത്തുന്നു. അടുത്ത സ്റ്റെപ്പാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടം. ഇവിടുന്ന് ഇങ്ങോട്ട് കട്ട് ചെയ്യുന്നു. ആൻഡ് സമാന്തരം പാരലായിട്ട് ഇങ്ങനെ കട്ട് ചെയ്യുന്നു. സോ എനിക്ക് എൻ്റെ ലെങ്ത് കിട്ടി, ബ്രെഡ്ത്ത് കിട്ടി. ഇതാണ് ലെങ്ത്, ഇതാണ് ബ്രെഡ്ത്ത്. പക്ഷെ ബ്രെഡ്ത്ത് ഇങ്ങനെ ഇവിടെ നിന്നിട്ട് കാര്യമുണ്ടോ? ഇങ്ങനെ വരണ്ടേ? സോ ഞാൻ എന്ത് ചെയ്യും? ഇത് അളക്കുന്നു, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക് ചാപം, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക് ചാപം. ഇവിടുന്ന് ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു, ഇങ്ങോട്ട് കണക്ട് ചെയ്യുന്നു. സോ ഇതാണ് അവരാവശ്യപ്പെട്ട റെക്റ്റാങ്കിൾ. ഇനി എങ്ങനെ അടുത്തത് ട്രയാങ്കിൾ. ഇത്ര പെരിമീറ്റർ ഉള്ള ട്രയാങ്കിൾ വരയ്ക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പെരിമീറ്ററിന്റെ പകുതി എടുക്കാൻ നിൽക്കണ്ട. ട്രയാങ്കിൾ ആണ് പറയുന്നതെങ്കിൽ എത്രയാണോ പെരിമീറ്റർ പറയുന്നത് അത് മൊത്തമായിട്ട് വരയ്ക്കണം. റെക്റ്റാങ്കിൾ ചതുരാണെങ്കിലാണ് പകുതി എടുക്കേണ്ടത്. ഇനി 3:4:5 അംശബന്ധത്തിലാണെങ്കിൽ ഈ 3ഉം 4ഉം 5 കൂട്ടിയ 12 അല്ലേ? അപ്പൊ മക്കൾസ് എന്ത് ചെയ്യുക? 12 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരയ്ക്കുക. എന്നിട്ടോ 12 സെന്റിമീറ്റർ ഇങ്ങോട്ട് വരച്ചതിന് ശേഷം ആ 3ഉം 4ഉം 5ഉം ഒക്കെ അടയാളപ്പെടുത്തുക. 3 4 5 3 സെന്റിമീറ്റർ 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ. അടുത്ത പരിപാടി സിമ്പിൾ അല്ലേ? നിങ്ങൾക്ക് ഇഷ്ടമുള്ള പരിപാടിയല്ലേ? ഇങ്ങനെ ആക്കുന്നു. ഇവിടുന്ന് സമാന്തരം പാരലലായിട്ട് ഇതില്ല, വീണ്ടും ഇതില്ല, വീണ്ടും ഇതില്ല. ഇനി എന്താ ചെയ്യേണ്ടത്? ഇതാണ് നമ്മളുടെ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ 3 സൈഡ്സ്. സോ ഈ സൈഡ് ഞാൻ ഇവിടെ വെക്കുന്നു. ഇനിയോ ഈ സൈഡിനെ ഞാൻ എന്ത് ചെയ്യുന്നു? പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. ഈ സൈഡിൽ ഞാൻ പൊട്ടിച്ചിട്ട് ഇങ്ങോട്ട് വരയ്ക്കുന്നു. അപ്പൊ ഇവിടെ നമ്മളുടെ ട്രയാങ്കിൾ കിട്ടും. അതെങ്ങനെ പൊട്ടിച്ചിട്ട് വരയ്ക്കുക? ഇത് കോമ്പസിലെടുക്കുന്നു, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക്. ഇത് കോമ്പസിലെടുക്കുന്നു, ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക്. ആൻഡ് ഇങ്ങനെ കണക്ട് ചെയ്താൽ നമ്മളുടെ ആൻസർ ആയി. സോ അടുത്ത ക്വസ്റ്റ്യൻ, നമുക്കൊരു ട്രയാങ്കിൾ വരയ്ക്കണം. ആൻഡ് ആ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ഒക്കെ 1.5 മടങ്ങുള്ള വേറൊരു ട്രയാങ്കിളും വരയ്ക്കണം.
അതായത് നമ്മളോട് പറഞ്ഞു നമ്മളുടെ കയ്യിൽ എന്തുണ്ട്, ഒരു ട്രയാങ്കിൾ ഉണ്ട്. ഇതിന്റെ ഒരു സൈഡ് എത്രയാണ്, 8 സെന്റിമീറ്റർ ആണ്. ആൻഡ് ഈ ആംഗിൾസ് എത്രയൊക്കെയാണ്, 50യും ഉണ്ട് 60യും ഉണ്ട്. നമുക്ക് വേറൊരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ എന്താണ്, ഇതിന്റെ സൈഡ്സിന്റെ ഒക്കെ 1.5 മടങ്ങായിരിക്കണം ഇവിടെ ഉള്ളത്. ഇവിടെ ഉള്ള മെയിൻ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡേ അറിയൂ. അപ്പൊ ഈ അറിയുന്ന സൈഡിന്റെ 1.5 മടങ്ങ് വരയ്ക്കാം. ബാക്കിയുള്ള സൈഡിന്റെ ഒക്കെ എങ്ങനെ വരയ്ക്കും എന്നുള്ളതാണ് കൺഫ്യൂഷൻ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ എന്ത് ചെയ്യും, ഈ 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 1.5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, 3/2 ആണ്. ഓക്കെ, സോ ഈ 8ന്റെ 3/2 ഞാൻ ആദ്യം ഇങ്ങോട്ട് വരയ്ക്കും. 8 × 3/2 എത്രയാണ്, 12 സെന്റിമീറ്റർ. സോ ഈ ഒരു ലൈൻ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുമ്പോൾ എത്ര ഉണ്ടാവും, 12 സെന്റിമീറ്റർ ഉണ്ടാവും. പക്ഷെ മറ്റ് ലൈൻസ് മാറ്റി വരയ്ക്കാൻ ഇപ്പോൾ ഈ സൈഡിന്റെയും 3/2 ആവണം, ഈ സൈഡിന്റെയും 3/2 ആവണം. പക്ഷെ മാറ്റി വരയ്ക്കാൻ എനിക്ക് അറിയില്ല. അപ്പൊ ഞാൻ എന്താ ചെയ്യാം, അപ്പൊ അതായത് ഇതിന്റെ ലെങ്ത് അറിയാണ്ട് എങ്ങനെ അതിന്റെ 3/2 ടൈംസ് എടുക്കുക, പറ്റൂല. സോ ഞാൻ ഈ 50, 60 എന്നുള്ള ആംഗിൾ മാത്രം കറക്റ്റ് ആക്കി വരയ്ക്കുന്നു. 50 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ച് അങ്ങ് നീട്ടി വരച്ചു. ഇവിടെ 60 ഡിഗ്രി പ്രൊട്രാക്ടർ വെച്ചിട്ട് എന്ത് ചെയ്തു, അങ്ങ് നീട്ടി വരച്ചു. സോ ഇവര് ആംഗിൾസ് സെയിം ആണെന്ന് പറഞ്ഞിരുന്നു. സൈഡ്സ് ഒക്കെ എന്താണ് 3/2 ടൈംസ് ആവണം എന്നും പറഞ്ഞിരുന്നു. പക്ഷെ ഇവിടെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ആംഗിൾസ് നമ്മൾ സെയിം ആയി വരച്ചു, 50, 60, 50, 60. സോ സ്വാഭാവികമായിട്ടും മൂന്നാമത്തെ ഈ ആംഗിൾ രണ്ടിലും എത്ര തന്നെ ഉണ്ടാകുക, 70 തന്നെയാണ് ഉണ്ടാകുക. പക്ഷെ ഇവിടെ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സൈഡ്സ് എല്ലാം 3/2 ടൈംസ് ആവണമെന്ന് പറഞ്ഞു. പക്ഷെ ഒന്നേ നമ്മൾ 3/2 ടൈംസ് ആക്കിയുള്ളൂ. എന്തുകൊണ്ട്, കാരണം മറ്റു സൈഡിന്റെ നമുക്ക് അറിയൂല. പക്ഷെ മറ്റു സൈഡിന്റെ നമ്മൾ ചെയ്യണ്ട. കാരണം എന്താണ്, ഈ രണ്ട് ട്രയാങ്കിളിലെയും ആംഗിൾസ് എല്ലാം സെയിം ആയതുകൊണ്ട് ഇതെന്താ, സിമിലർ ആണ്, സദൃശമാണ്. സദൃശമായി കഴിഞ്ഞാൽ പിന്നെ എല്ലാ സൈഡും ഒരേപോലെ മാറും. സോ നമ്മൾ അറിയാതെ തന്നെ മറ്റ് സൈഡ്സ് എന്തായിട്ടുണ്ട്, 3/2 ടൈംസ് അല്ലെങ്കിൽ 1/2 ടൈംസ് ആയിട്ടുണ്ട്. ഇതാണ് മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ. സോ അടുത്തതായിട്ട് നമുക്ക് ഇങ്ങനെ ഒരു ക്വാഡ്രിലാറ്ററൽ തരുന്നു. ആൻഡ് ഈ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, ഈ ക്വാഡ്രിലാറ്ററലിനെ നമ്മൾ മാറ്റി വരയ്ക്കണം. മാറ്റി വരയ്ക്കുമ്പോൾ ഇതിന്റെ സൈഡ്സ് എല്ലാം എന്താവണം, 1/2 ടൈംസ് മാറണം ആവണം. ഈ 6 ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ 6 അല്ല മാറ്റി വരയ്ക്കേണ്ടത്, എത്ര, 6ന്റെ 1/2 ടൈംസ്. അതുപോലെ എല്ലാം അങ്ങനെ ചെയ്യണം. ആൻഡ് ആംഗിൾ എന്താവരുത്, മാറരുത്. നോക്കൂ, സെയിം ആംഗിൾ മാറാണ്ട് ഇത് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കണം. സൈഡ്സ് ഒക്കെ 1/2 ടൈംസ് ആണ്. പിന്നെ അടുത്തതോ, ആംഗിൾ മാറിയിട്ട് ഇത് ഇങ്ങോട്ട് വരയ്ക്കണം. ആൻഡ് സൈഡ്സ് ഒക്കെ 1/2 ആവണം. അപ്പൊ ഇതെങ്ങനെ വരയ്ക്കാം, ആദ്യം ഞാൻ നോക്കട്ടെ. ഈ 6 സെന്റിമീറ്ററിനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുമ്പോൾ എത്ര വേണ്ടത്, 6 × 1/2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം എത്രയാണ്, 3/2 ആണ് അല്ലെ. സോ 6 × 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാണ്, 9 സെന്റിമീറ്റർ. ഈ ചെങ്ങാനെ ഞാൻ ഇങ്ങോട്ട് മാറ്റി വരയ്ക്കുമ്പോൾ 6 ആണോ വേണ്ടത്, അല്ല, 9 സെന്റിമീറ്റർ. സോ ഞാൻ ആദ്യം 9 സെന്റിമീറ്ററിൽ ഓന് വരച്ച്. അടുത്ത എനിക്ക് ഇത് 5, ഇത് 3 അല്ലേ. അതൊക്കെ എത്ര ഉണ്ടാകുക മാറ്റി വരയ്ക്കുമ്പോൾ, 5, 3. സോ 5ന്റെ ആണെങ്കിൽ എത്ര ഉണ്ടാകുക, 5ന് മാത്രം ഞാൻ വേറൊരു കളറിൽ ചെയ്ത. കാരണം എന്താണോ, ഇത് ഈ ക്വാഡ്രിലാറ്ററലുമായിട്ട് റോൾ ഇല്ലാത്ത സാധനമാണ് അല്ലേ. ഇത് ഈ ക്വാഡ്രിലാറ്ററലുമായിട്ട് വലിയ റോൾ ഇല്ല, അതിന്റെ സൈഡ് അല്ല. സോ ഈ 5നെ ഞാൻ വേറെ കളറിൽ ചെയ്താണ്. 5നെ 3/2 ടൈംസ്, 5 × 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര, 7.5 സെന്റിമീറ്റർ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7.5 സെന്റിമീറ്റർ. പക്ഷെ അടുത്തും കൂടെ നോക്ക്, അടുത്ത ഏതാ, 3 അല്ലേ. അപ്പോൾ ഞാൻ മാറ്റി വരയ്ക്കുമ്പോൾ എത്ര വേണ്ടി, 3 × 3/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 4.5 സെന്റിമീറ്റർ. സോ ഇവിടെ നിന്ന് ഇങ്ങോട്ട് 7.5, ഇവിടെ നിന്ന് ഇങ്ങോട്ട് 4.5. അങ്ങനെ എടുക്കുക. 7.5 കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് ഇടുന്നു, ഇവിടെ വെച്ച് 4.5 കോമ്പസിൽ എടുത്തിട്ട് ആർക്ക് ഇടുന്നു. എന്നിട്ട് ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി, അതായി, സിമ്പിൾ. എത്ര, 7.5. ആൻഡ് ഇത് എത്രയാണ്, 4.5 ഉണ്ടാവും. ഓക്കെ, 4.5. അടുത്ത സൈഡ്സ് ഏതൊക്കെയാണ്, ഇത് 4, ഇത് 2. 4നെ മാറ്റി വരയ്ക്കുമ്പോൾ എത്ര, 4 × 3/2 എത്രയാണ്, 6 സെന്റിമീറ്റർ. 2നെ മാറ്റി വരയ്ക്കുമ്പോൾ എത്ര, 2 × 3/2 എത്ര, 3 സെന്റിമീറ്റർ. ഓക്കെ ആണല്ലോ. 6 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ. 4നെ മാറ്റി വരച്ചു. ഈ 4നെ മാറ്റി വരയ്ക്കുമ്പോൾ എത്ര ഉണ്ടാകുക, 6. ഇവിടെ മാറ്റി വരയ്ക്കുമ്പോൾ 3. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, 6 കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു, 3 കോമ്പസിൽ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് ആർക്ക് വരയ്ക്കുന്നു. ആൻഡ് ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്താൽ എന്താ സംഭവിക്കുക, ഇത് 6 സെന്റിമീറ്റർ ഉണ്ടാവും, ഇത് 3 സെന്റിമീറ്റർ ഉണ്ടാവും. സോ ഇവിടെ എൻ്റെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവര് എ ക്വസ്റ്റ്യൻ ആൻസർ ആണ് ഇത്. അതായത് ഇവർ പറയുന്നത് എന്താണ്, ആദ്യം പറഞ്ഞ് നമ്മളോട് ആംഗിൾസ് സെയിം ആവണം എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. ആംഗിൾസ് സെയിം ആവണം, സൈഡ്സ് ഒക്കെ 3/2 ടൈംസ് ആവണം. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ആദ്യം ശരിക്കും ഈ ഒരു ട്രയാങ്കിളിനെയാണ് അല്ലെ ഞാൻ മാറ്റി വരച്ചത്. ഈ ഒരു ട്രയാങ്കിളിന്റെ കൺസിഡർ ചെയ്യും, മഞ്ഞ ട്രയാങ്കിൾ, ഇതിന്റെ ഒക്കെ സൈഡ്സിന്റെ 1.5 മടങ്ങാണ് ഞാൻ ഇവിടെ എടുത്തത്. സോ ഈ ട്രയാങ്കിളും സിമിലർ ആണ്, സദൃശമാണ്. സോ ഇതിന്റെ ആംഗിൾസും സെയിം ആണ്. അതേപോലെ തന്നെ ഈ ട്രയാങ്കിളിന്റെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾസും
സോറി രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ സൈഡ്സിന്റെ ഒക്കെ 1.5 മടങ്ങാണ് ഞാൻ ഇവിടെ വരച്ച് രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ സൈഡ് ആക്കിയിട്ട്. അതുകൊണ്ട് എന്താണ്, ഈ ഒരു ട്രയാങ്കിളും ഇതും സിമിലർ ആണ്. സോ ഇതിന്റെ ആംഗിൾസും തുല്യമാണ്. ചുരുക്കി പറഞ്ഞാൽ മൊത്തത്തിൽ ഇവിടെ ആംഗിൾ ഒന്നും എന്ത് ചെയ്തിട്ടില്ല, മാറിയിട്ടില്ല. അങ്ങനെയെങ്കിൽ ബി ക്വസ്റ്റ്യൻ, രണ്ടാമതായി ആംഗിൾ ചേഞ്ച് ചെയ്യണം. ആംഗിൾ ചേഞ്ച് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒറ്റ കാര്യം മാത്രം ഓർത്താൽ മതി. ഇവിടെ അല്ലേ ഈ ഒരു ഡയഗണൽ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ചേഞ്ച് ചെയ്യണ്ട. അതായത് ഈ ഒരു ഡയഗണൽ നിങ്ങൾ ചേഞ്ച് ചെയ്യണ്ട. കാരണം അത്രമാത്രം ഓർത്താൽ മതി. അതായത് ഇവൻ ആദ്യം എത്രയും ലെങ്ത് 5 സെന്റിമീറ്റർ. അപ്പോൾ ഇവനെ ശരിക്കും നമുക്ക് സൈഡ്സ് എന്തായാൽ മതി, 3/2 ടൈംസ് ആയാൽ മതി അല്ലേ. അപ്പോൾ ഇവന്മാരെ ഒക്കെ 3/2 ടൈംസ് ആക്കിയാൽ മതി, ഈ ചെങ്ങായിനെ ആക്കണ്ട. ഓക്കെ, അപ്പൊ എന്താണ്, ഈ ട്രയാങ്കിളും നമ്മൾ ഇവിടെ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളും തമ്മിൽ മാറും. കാരണം എന്താ, 2 സൈഡേ ഒരേ രീതിയിൽ മാറിയുള്ളൂ. ഇവൻ മാറിയില്ല, ഇവനെ മാറ്റുന്നില്ല. അപ്പൊ എന്താ, ഈ ട്രയാങ്കിളും വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളും തമ്മിൽ ആംഗിൾ മാറും. അപ്പോൾ മൊത്തത്തിൽ ഈ ചതുർഭുജത്തിന്റെ ആംഗിളും മാറും. സോ ആദ്യം ഇത്രേ ചെയ്യേണ്ടതുള്ളൂ, 5 സെന്റിമീറ്റർ. ഈ ഒരു 5 സെന്റിമീറ്റർ ഉണ്ടല്ലോ, ഇതിന്റെ ഡയഗണൽ അത് അവിടെ നിലനിർത്തുക. ഡയഗണൽ സെയിം ആക്കുക. ഡയഗണൽ എന്താക്കുക, സെയിം ആക്കിയാൽ മതി. ഡയഗണൽ സെയിം. ബാക്കിയൊക്കെ എങ്ങനെയാ, ബാക്കിയൊക്കെ ഇതുപോലെ തന്നെ. ഈ സൈഡ് നിങ്ങൾ 9 ആണ്, ഇവിടെ 4 ആണ്, ഇവിടെ 3 ആണ്, ഇവിടെ 6 ആണ്. പക്ഷെ ഇവിടെ ഏരക്ക് പകരം എത്ര വരയ്ക്കണം, 5 വരയ്ക്കണം. അത്ര മാത്രമേ ഉള്ളൂ. സോ എന്താണ്, ആംഗിൾസും സെയിം ആവണമെങ്കിൽ എന്താണ്, ഇൻക്ലൂഡിങ് ഡയഗണൽ എല്ലാം എന്താ 3/2 ടൈംസ് ആകുക. എന്താണ്, ആംഗിൾസ് സെയിം ആവണ്ട എന്നാണെങ്കിൽ ഡയഗണലിന് ഒന്നും ചെയ്യണ്ട, ബാക്കിയുള്ളതിന് മാത്രം 1.5 മടങ്ങാക്കിയാൽ മതി. യെസ് സാർ. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരുമ്പോൾ ഈ ഒരു പോളിനോമിയലിന്റെ ചിത്രം എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളതാണ്. സോ ഡ്രോ ദ ഗ്രാഫ് ഓഫ് ദ പോളിനോമിയൽ. ഇപ്പൊ 2x+1 എന്ന് പറഞ്ഞ പോളിനോമിയലിന്റെ ഗ്രാഫ് എങ്ങനെയാണ് വരയ്ക്കുക. ഞാൻ ഇവിടെ ഗ്രാഫ് പേപ്പർ ഇടലുണ്ടായിരുന്നു സാധാരണ. സോ എൻ്റെ ഗ്രാഫ് ഇവിടെ ഉണ്ടെന്ന് വിചാരിക്കും. ഇതിൽ 1 2 3 4 5. ഓക്കെ, 1 2 3 4 1 2 3 1 2 3. എങ്ങനെ, 1 2 3 4 -1 -2 -3 -4 1 2 3 -1 -2 -3. ഓക്കെ, എനിക്ക് ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ P(x) = 2x+1. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ എനിക്ക് 2 പോയിന്റ് കിട്ടണം. ഇത് ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയൽ ആണ് അല്ലേ. ഇതിന്റെ ഗ്രാഫ് വരയ്ക്കണമെങ്കിൽ 2 പോയിന്റ് കിട്ടണം. സോ ആ 2 പോയിന്റ് എങ്ങനെ കിട്ടും, അതിന് ആദ്യം എക്സിന് ഞാൻ 0 എന്ന് കൊടുത്തു നോക്കുന്നു. അപ്പൊ P(x) എത്ര കിട്ടും, എക്സിന് 0 എന്ന് കൊടുത്തു പോകുമ്പോൾ P(x) എത്ര കിട്ടുക, 2 × 0 + 1 എത്ര, 1. ഇനി ഞാൻ എക്സിന് എന്ത് ചെയ്യുന്നു, 1 എന്ന് കൊടുത്തു നോക്കുന്നു. എക്സിന് 1 എന്ന് കൊടുത്തു നോക്കുമ്പോൾ എന്താ വരിക, 2 × 1 + 1 2 + 1 എത്ര, 3. സോ എൻ്റെ പോയിന്റ്സ് 0 1 1 3 ആണ്. 0 1 എവിടെ വരിക, 0 1 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെയാണ് വരുന്നത്. ആൻഡ് 1 3 എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ് വരുന്നത്, ഇവിടെയാണ് വരുന്നത്. സോ നമ്മൾക്ക് 2 പോയിന്റ് കിട്ടിയല്ലോ. ഇനി ഗ്രാഫ് വരയ്ക്കാൻ എന്തെങ്കിലും പണിയുണ്ടോ, ഇല്ല. 2 പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിന്റെ മുകളിൽ കൂടി കണക്ട് ചെയ്തിട്ട് ഗ്രാഫ് ചുമ്മാ അങ്ങ് വരച്ചാൽ മതി. ഗ്രാഫ് ചുമ്മാ അങ്ങ് വരച്ചാൽ മതി. ഓക്കെ ആണല്ലോ. സോ ഒരു ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കുന്നത് മനസ്സിലായല്ലോ. മനസ്സിലായി. അങ്ങനെയെങ്കിൽ സെക്കൻഡ് ഡിഗ്രി പോളിനോമിയലിന്റെ ഗ്രാഫ് വരയ്ക്കാൻ ചോദ്യം ചോദിക്കുമോ? സാധാരണ നമ്മളോട് ചോദിക്കാറില്ല. ഇനി ഇങ്ങനെ ചോദിക്കും, നമ്മളോട് പറയും ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ, എന്നിട്ട് അതിന് സർക്കിൾ വരയ്ക്കാൻ പറയും. മേ ബി ഒരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സ് തന്നിട്ടായിരിക്കും പറയാം. അപ്പൊ നമ്മൾ എങ്ങനെ വരയ്ക്കുക, 4 സെന്റിമീറ്റർ 5 6. അപ്പൊ 5 കോമ്പസിലെടുക്കുന്നു, ആർക്ക് ഇടുന്നു, 6 കോമ്പസിലെടുക്കുന്നു, ആർക്ക് ഇടുന്നു. ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ എന്തായി, 4 സെന്റിമീറ്റർ 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ ആയി. ഓക്കെ ആണ്. ഇനി ഇതിന് സർക്കിൾ വരയ്ക്കണമെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതെങ്കിലും 2 സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. ഓക്കെ, ഇതിൽ ഏതെങ്കിലും 2 സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണം. അതെങ്ങനെ സാറേ, അതായത് ഈ ഒരു സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് വെച്ചാൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അതെങ്ങനെയാ, ഈ ഒരു സൈഡിന്റെ പകുതിയിൽ അധികം എടുത്ത് ഇങ്ങോട്ടൊരു ആർക്ക് ചാപടുക, ഇങ്ങോട്ടൊരു ആർക്ക് ചാപടുക, കോമ്പസ് കൊണ്ട്. ഓക്കെ ആണല്ലോ, ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ, സെറ്റ് ആണ് സാർ. ആൻഡ് ഇവിടെ വെച്ചിട്ട് ഇങ്ങോട്ടും ഒരു ആർക്ക് ചാപടുക, ഇങ്ങോട്ടും ഒരു ആർക്ക് ചാപടുക. റെഡിയാണല്ലോ, റെഡിയാണ്. അങ്ങനെയെങ്കിൽ ഈ 2 ചാപം കൂടി നമ്മൾ എന്ത് ചെയ്യും, കൂട്ടിമുട്ടിക്കും. ഇത് 2 കൂടി നമ്മൾ കൂട്ടിമുട്ടിക്കും. ഇതാണ് എന്ത്, ഈ ഒരു സൈഡിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. അങ്ങനെയെങ്കിൽ അടുത്ത സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാലോ? അതെങ്ങനെയാ വരയ്ക്കുന്നത്, അടുത്ത സൈഡിന് പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കണേ. സെയിം പരിപാടി. ഇതിന്റെ പകുതിയിൽ അധികം എടുത്തിട്ട് ഇങ്ങോട്ടൊരു ആർക്ക് ചാപം വരയ്ക്കുന്നു, ആൻഡ് ഇങ്ങോട്ടൊരു ആർക്ക് ചാപം വരയ്ക്കുന്നു. ശേഷം അതേ ലെങ്ത് തന്നെ ഇവിടെയും ചെയ്യുന്നു, ആൻഡ് ഇവിടെയും ചെയ്യുന്നു. ഇനി എന്താ ചെയ്യുക, ഇനി ഒന്നും ചെയ്യണ്ട. ഇവന്മാരെ തമ്മിൽ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന്റെയും പെർപെൻഡിക്കുലർ ബൈസെക്ടറായി. ഓക്കെ, ഈ 2 പെർപെൻഡിക്കുലർ ബൈസെക്ടറുകൾ തമ്മിൽ അല്ലെങ്കിൽ ലംബ സമഭാജികൾ തമ്മിൽ കൂട്ടുമുട്ടുന്ന പോയിന്റ് ആണ് നമ്മളുടെ എന്ത്, ഇനി വരയ്ക്കാൻ പോകുന്ന
യെസ്, ഈ ത്രികോണം വരച്ചിട്ട് എന്താ പറഞ്ഞത്? സർക്കം സർക്കിൾ, പരിവൃത്തം വരയ്ക്കാനാണ് പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ത്രികോണത്തിന്റെ 3 മൂലയിൽ കൂടി ഇങ്ങനെ കടന്നു പോകുന്ന വൃത്തം, സോറി അതിനോട് ആദ്യം പറയാൻ മറന്നു ഇല്ലേ, അങ്ങനെ ഒരു വൃത്തം വരയ്ക്കാനാണ് പറഞ്ഞത്. സോ നമ്മൾ എന്താണ് ചെയ്യുക, ഇവിടെ കുത്തി വെക്കുന്നു ആൻഡ് ഇവിടുന്ന് ഇങ്ങോട്ടുള്ളത് കോമ്പസിൽ അളന്ന് നോക്കിയിട്ട് ഇതാണ് റേഡിയസ്, ചുമ്മാ അങ്ങ് വരച്ചാൽ എന്തായി, നമ്മളുടെ ആൻസർ ആയി. സിമ്പിൾ അല്ലടാ? സിമ്പിൾ ആണ് സാർ, ഒരു പ്രശ്നവുമില്ല. അടുത്തത് എന്താണ്? ഡ്രോ എ സൈഡ് ഓഫ് 4, 5, 6 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ അനദർ ട്രയാങ്കിൾ. ഓക്കെ, മേ ബി ഈ ഒരു കേസിൽ ചിലപ്പോൾ ആദ്യം പറയുന്ന ഈ സൈഡ് 4 ആൻഡ് ഈ ആംഗിൾ 50, ഈ ആംഗിൾ 60. അപ്പൊ നിങ്ങൾ ഈ ആദ്യം ഈ ട്രയാങ്കിൾ വരച്ചിട്ട് പിന്നെ അതുപോലെ തന്നെ ചെയ്യണം കേട്ടോ. ഓക്കെ, ഇവിടെ നമ്മളോട് പറയാണ് 4, 5, 6 ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞാൽ തന്നെ എന്ത് ചെയ്തു, 4 സെന്റിമീറ്റർ, 5 സെന്റിമീറ്റർ, 6 സെന്റിമീറ്റർ ഉള്ള എന്ത് വരച്ചു, ട്രയാങ്കിൾ വരച്ചു. ഓക്കെ ആണല്ലോ? ഓക്കെ, ഇനി ഇവരുടെ ലക്ഷ്യം എന്താ? ഡ്രോ അനദർ ട്രയാങ്കിൾ ഓഫ് ദ സെയിം ഏരിയ. മറ്റൊരു ട്രയാങ്കിൾ വരയ്ക്കണം, ഇതിന്റെ സെയിം ഏരിയ ആയിരിക്കണം, പക്ഷെ ആ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിന്റെ ഒരു സൈഡ് എത്ര ആയിരിക്കണം? 7 സെന്റിമീറ്റർ ആവണം. അപ്പൊ മക്കൾസ് ആലോചിക്കേണ്ടത്, ഈ ഒരു ട്രയാങ്കിളിന്റെ സെയിം ഏരിയ ഉള്ള ഒരു ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ ഈ ട്രയാങ്കിളിന്റെ ബേസിന് സമാന്തരമായിട്ട് ഈ ട്രയാങ്കിളിന്റെ 3ാമത്തെ മൂലയിൽ കൂടി ഒരു സമാന്തരമായിട്ട് പാരലലായിട്ട് ഒരു ലൈൻ വരയ്ക്കണം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങൾ ഈ ഒരു ബേസ് ഏത്, ഈ ഒരു പാദവും 3ാമത്തെ മൂല ഇതിന്റെ മുകളിലുമായിട്ട് നിങ്ങൾ എത്ര ത്രികോണം വരച്ചാലും ഈ ത്രികോണങ്ങൾക്കൊക്കെ എന്തായിരിക്കും, ഒരേ പരപ്പളവായിരിക്കും ഉണ്ടാവുക. അപ്പൊ നിങ്ങളോട് പറഞ്ഞത് എന്താണ്, പക്ഷെ ഒരു സൈഡ് 7 സെന്റിമീറ്റർ ആവണം. അപ്പൊ മക്കളെ നമ്മൾ എന്ത് ചെയ്യും, കോമ്പസിൽ 7 സെന്റിമീറ്റർ അളക്കും, എന്നിട്ട് ഇവിടെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ആർക്ക് ചാപ അങ്ങിടും. സോ ഉറപ്പായിട്ടും ഇവിടുന്ന് ഇങ്ങോട്ട് പോയാൽ എത്ര ഉണ്ടാവും, 7 സെന്റിമീറ്റർ ഉണ്ടാവും അല്ലേ. എന്നിട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മതി. എന്തുകൊണ്ടാണ് ഇത് രണ്ടിനും ഒരേ പരപ്പളവാണെന്ന് പറയാൻ കാരണം, രണ്ടിന്റെയും പാദം ഒരേതാണ് ആൻഡ് രണ്ടിന്റെയും 3ാമത്തെ മൂല പാദത്തിന് സമാന്തരമായ വരയിലാണ്. സോ ഈ മഞ്ഞ ട്രയാങ്കിൾ, സോറി ഈ വെള്ള ട്രയാങ്കിളിലും ഈ നീല ട്രയാങ്കിളിലും ഒരേ ഏരിയ ആയിരിക്കും, പരപ്പളവായിരിക്കും, പ്രശ്നമല്ല. ഇനി ചിലപ്പോൾ നിങ്ങളോട് പറയാം എങ്ങനെയാണോ, ഇതേ ഏരിയ ഉള്ള ഒരു മട്ട ത്രികോണം വരയ്ക്കാനായിരിക്കും പറയാ, അല്ലെങ്കിൽ റൈറ്റ് ട്രയാങ്കിൾ വരയ്ക്കാനായിരിക്കും പറയാ. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യുക, ഈ പാദം ഇത് തന്നെ, അതിൽ നോ അപ്പീൽ, ഇവിടുന്ന് കുത്തനെ മുകളിലോട്ട് പോവുക, എന്നിട്ട് ഇങ്ങോട്ട് വരയ്ക്കുക. അപ്പൊ എന്തായി, മട്ട ത്രികോണമായി, പക്ഷെ ഒരേ പാദമാണ്, 3ാമത്തെ മൂല പാദത്തിന് സമാന്തര വരയിലാണ്. സോ പ്രശ്നമില്ല. ഇനി ഇതും അയക്കൂല, നിങ്ങളോട് പറയാം എന്തായിരിക്കും, ഒരു എന്താണ് സമപാർശ്വ ത്രികോണം ഐസോസ്ലസ് വരയ്ക്കാനായിരിക്കും പറയാം. അതായത് ഈ വെള്ള ത്രികോണത്തിന്റെ അതേ ഏരിയ ഉള്ള ഐസോസ്ലസ് ട്രയാങ്കിൾ വരയ്ക്കാനായിരിക്കും പറയാം. അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്നോ, ഈ പാദത്തിന്റെ നേരെ പകുതി എടുക്കുക, 4ന്റെ പകുതി 2, എന്നിട്ട് ഇതിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്യുക, കുത്തനെ മുകളിലോട്ട് നേരെ വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് ഈ പോയിന്റിൽ നിന്ന് എന്ത് ചെയ്യുക, നിങ്ങൾ ഇങ്ങോട്ടും വരയ്ക്കുക, ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പൊ ഇതെന്തായിരിക്കും, ഇതൊരു സമപാർശ്വ ത്രികോണമായിരിക്കും, ആദ്യത്തെ അതേ ഏരിയ ആയിരിക്കും. സോ ബേസിക്കലി ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരേ പാദവും 3ാമത്തെ മൂല പാദത്തിന് സമാന്തരമായ വരയിലുമായ എല്ലാ ത്രികോണങ്ങൾക്കും ഒരേ പരപ്പളവായിരിക്കും എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. സോ ഇത്രയുമൊക്കെ മാത്രമാണ് നമുക്ക് വരയ്ക്കാനുള്ള ചോദ്യങ്ങൾ. പക്ഷെ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന മാർക്ക് ഉറപ്പായിട്ടും ഒരു 28-30 എബോവ് മാർക്കാണ്. സോ ഇത്രയും കാര്യങ്ങൾ അടിപൊളിയായിട്ട് പഠിച്ചിരിക്കുക. സോ മറ്റു വീഡിയോസിനും കാര്യങ്ങൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ ഫ്രണ്ട്സിലേക്കൊക്കെ ഈ വരയ്ക്കാനുള്ള വീഡിയോ ഷെയർ ചെയ്യുക. സോ ഗുഡ് നൈറ്റ്, ബൈ.